ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ഈവനിങ്ങിനും അതുപോലെ തന്നെ രാവിലെ എല്ലാ ടൈമും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് ഓട്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓട്സ് നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ അതിലേക്ക് അരക്കപ്പ് പംകിൻ സീഡില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അരക്കപ്പ് നമ്മൾ സൺഫ്ലവർ സീഡില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പോളം നമ്മൾ ചിയ സീഡ്, പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പ് ഫ്ലാക്സ് സീഡില്ല അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം എല്ലാ സീഡും നിങ്ങൾക്ക് ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ, ഒന്നും കിട്ടാണ്ട് ചാൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് 1/4 കപ്പ് വൈറ്റ് എള്ളില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പ് ബ്ലാക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സീഡും ആകുമ്പോൾ നമുക്ക് ഒരു ബാറ് കഴിച്ചാൽ എല്ലാ നമ്മളെ പ്രശ്നങ്ങളും നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ വേദന, അതുപോലെ തന്നെ നമ്മളെല്ലാ പ്രശ്നങ്ങളും ഞാൻ ഹെഡിങ്ങിൽ തമ്മനയിലുള്ള പോലെ തന്നെ നമ്മളെല്ലാ അസുഖങ്ങൾക്കും ഈ ഒരു ബാറ് നമുക്ക് നല്ലതാണ് കേട്ടോ ഇടയ്ക്ക് കഴിക്കുന്നത്. പിന്നെ അത് എല്ലാ സീഡും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ വരുമ്പോൾ നമ്മൾ ഈ സീഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ എല്ലാ സ്ഥലത്തും ഉപ്പൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്വീറ്റിന് വേണമല്ലോ, അപ്പം ഹണിയും കൂടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണല്ല, ടേബിൾ സ്പൂണാണ്. നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന വലിയ സ്പൂണ് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഇപ്പോൾ ഞാൻ അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. നമ്മൾ ഓട്സൊക്കെ ഉള്ളതല്ല, അപ്പം ജസ്റ്റ് ഒന്ന് സോക്കാണ്ട് ആവശ്യമുണ്ടല്ലോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതിയേ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കന്നെ എല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാകും. എന്നിട്ട് അത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ എന്നിട്ടാണ് വേണ്ടത്. അപ്പോൾ 2-3 മിനിറ്റ് ഞാൻ വെച്ചതിന് ശേഷം നമ്മൾ ഓട്സൊക്കെ ജസ്റ്റ് കുറച്ചൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമുക്ക് ബേക്കിംഗ് ഷീറ്റിൽ ഇത് പരത്തി കൊടുക്കാൻ എന്നിട്ടാണ് വേണ്ടത്. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ല തിന്നായിട്ട് വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. തിന്നായിട്ട് പരത്തുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ ക്രഞ്ചി ഫീല് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ബാറ് കഴിക്കുന്ന സമയത്ത്. അപ്പം നല്ല ക്രഞ്ചി ആകുമ്പോഴല്ലേ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം എത്രയും തിന്നാക്കാൻ പറ്റുന്ന അത്രയും തിന്നായിട്ട് ഇതുപോലത്തെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കണം. ബേക്കിംഗ് ട്രേയിൽ ഫുള്ളായിട്ട് നമുക്കാവുന്ന ഒരു രീതിയിൽ നല്ല തിന്നായിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സീഡൊക്കെ നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ കൈ വെച്ചിട്ട് എല്ലാം തുടച്ചെടുക്കുന്നുണ്ട്. നമുക്ക് അത്രയും നമ്മൾ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഉപകാരമുള്ള സാധനമാണല്ലോ ഈ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാൻ ഒരുപാട് മടി കാണിക്കുന്ന സാധനമാണ് ഈ സീഡ് എന്നുള്ളത്. അപ്പോൾ അത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു സീഡ് നമുക്ക് നമ്മളെ ഉള്ളിലെത്തി കിട്ടിയാൽ. അപ്പം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും. എല്ലാ അസുഖക്കാർക്കും ഒരേപോലെ ഇത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ബാറാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അപ്പോൾ ഞാൻ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇതൊരു 200 ഡിഗ്രിയിൽ ഒരു 15 to 20 മിനിറ്റ്സാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 15 to 20 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലത്തെ ഒരു കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പം ഇതുപോലെ ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായി പോയതാണ്. അപ്പം ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഓരോ ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമുക്ക് കട്ട് ചെയ്യുമ്പം എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നല്ല പൊട്ടുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു നല്ല ക്രിസ്പി തന്നെ ഉണ്ട് ഇത്. അതുകൊണ്ട് ഞാൻ അത്രയും തിന്നായിട്ട് ഞാനിത് പരത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കിതുപോലത്തെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഭാരം നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് പുറത്ത് തന്നെ വെക്കാൻ പറ്റുക. യാതൊരൊന്നും മോശമൊന്നും ആവുകയും ചെയ്യില്ല. ഒന്നാമത് നല്ല ക്രഞ്ചി അല്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. കുറച്ചൊരു സ്വീറ്റും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ വരുമ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കുട്ടികൾക്കൊക്കെ അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇതൊക്കെ കൊടുക്കാം കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ മടി കാണിക്കാമെന്നെങ്കിൽ ഇതുപോലത്തെയൊക്കെ കഴിക്കാൻ കുറച്ച് മടി കാണിക്കും കുട്ടികളൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് മടിയാണെങ്കിൽ ഇത് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈത്തപ്പഴമില്ലേ അതും കൂടെ ചേർത്തിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം സീഡ് എന്നുള്ള അവർ അറിയുകയും ചെയ്യില്ല, കുട്ടികളൊക്കെ നല്ല കഴിക്കുകയും ചെയ്യും, നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി അതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം ആ സീഡ് മിക്സിയിലിട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കട്ടെ. എന്നിട്ട് അതിനുശേഷം ഞാൻ ഈത്തപ്പഴമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈത്തപ്പഴം കൂടെ ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് ബോൾസ് ആക്കിയിട്ട് നമുക്കിത് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികൾ നേരത്തെ പോലത്തെ സീഡ് അങ്ങനെ കൊടുത്താൽ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ഇത് ഡേറ്റ്സൊക്കെ വരുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം ഉണ്ടാവും ഡേറ്റ്സൊക്കെ ഉള്ളതുകൊണ്ട്. മറ്റേതാകുമ്പോൾ അത്ര മധുരം ഉണ്ടാവില്ല, ഇതാകുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായി. അതുപോലെ കുട്ടികളൊക്കെ കഴിച്ചോളും. ഇത് സ്കൂളൊക്കെ ബ്രേക്ക് ടൈമിനൊക്കെ കഴിക്കാൻ കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെടാമെന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എപ്പം പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.